ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ഫിഷ് ഫ്രൈ തയ്യാറാക്കിയെടുത്താലോ? അതും നല്ല സ്പൈസി ആയിട്ട്. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഫിഷ് ഫ്രൈ ഒക്കെ തയ്യാറാക്കിയെടുക്കുന്നത് ഇത്ര വലിയ സ്പെഷ്യാലിറ്റി എന്താണെന്നുള്ളത്. പക്ഷേ ഇതൊരു സ്പെഷ്യൽ ഫിഷ് ഫ്രൈ ആണ് കേട്ടോ. ഇതിന് നമ്മൾ കുറച്ച് തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ടാണ് നമ്മളിവിടെ ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിവിടെ 1 കിലോ ആവോലി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ആവോലി നമ്മൾ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിൻ്റെ 2 സൈഡും ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും അറിയാം, ഇപ്പോൾ ആവോലി ആണെങ്കിലും ഏത് മീനാണെങ്കിലും ഇതുപോലെ വരഞ്ഞു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മസാലയൊക്കെ പെട്ടെന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ വരഞ്ഞു കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കണം. അപ്പോൾ മസാല തയ്യാറാക്കുമ്പോഴും നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ടാണ് കേട്ടോ നമ്മളിവിടെ മസാല തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഒരു സബോള, അപ്പോൾ നമ്മൾ എത്ര കിലോ ആവോലി എടുക്കുന്നത് അതിനനുസരിച്ച് നമ്മളുടെ സബോളയുടെയും മറ്റുള്ള ഇൻഗ്രീഡിയൻസിൻ്റെയും അളവ് കൂട്ടാൻ കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 1 കിലോ ആവോലി ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സബോള, ഒരു മീഡിയം സൈസ് സബോള ഇതേപോലെ അരിഞ്ഞിട്ട് കൊടുക്കുക. അരിഞ്ഞിട്ട് കൊടുക്കുന്നത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിക്കുമ്പോൾ നല്ലപോലെ അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ അളവിലുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മുളക് പൊടിയുടെ എരിവനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പിന്നെ ഇവിടെ ഒരു 1/4 ടീസ്പൂൺ അളവിലുള്ള മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ അളവിലുള്ള മല്ലിപ്പൊടിയും പിന്നെ 1 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഉലുവപ്പൊടി ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിലുള്ള വിനെഗർ ഒഴിച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇത് അരച്ചെടുക്കുമ്പോൾ തന്നെ ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഉപ്പും കൂടി നമ്മളുടെ ഈ മസാലയിൽ നല്ലപോലെ പിടിച്ചിരിക്കും. പിന്നെ 1 ടേബിൾ സ്പൂൺ അളവിലുള്ള ഓയിലും 1 ടേബിൾ സ്പൂൺ അളവിലുള്ള വെള്ളവും കൂടി ചേർത്തിട്ട് നല്ലപോലെ പേസ്റ്റാക്കി അരച്ചെടുക്കുക. അരച്ചെടുത്തതിന് ശേഷം നമുക്കിത് മീനിൽ നല്ലപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കണം. പിന്നെ വിനെഗർ ചേർത്ത് കൊടുക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നമുക്ക് വിനെഗറിന് പകരം ഒരു ചെറുനാരങ്ങയുടെ നീര് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും വിനെഗർ ചേർത്ത് കൊടുക്കാൻ ഇഷ്ടമുണ്ടാവുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഈ മസാല എല്ലാ മീനിലും നല്ലപോലെ തേച്ച് കൊടുക്കുകയാണ്. തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഉടനെ തന്നെ മീൻ പൊരിച്ചെടുക്കുന്നില്ല. ഈ മസാല പിടിക്കാൻ വേണ്ടി ചുരുങ്ങിയത് 2 മണിക്കൂർ നല്ലപോലെ കവർ ചെയ്ത് വെക്കാൻ കേട്ടോ. അപ്പോൾ ഈ 2 മണിക്കൂർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജിൽ എന്ന് പറയുമ്പോൾ ഫ്രീസറിലല്ല, അല്ലാതെ തന്നെ നിങ്ങൾ ഫ്രിഡ്ജിൽ 2 മണിക്കൂർ വെച്ചാലും മതി. പുറത്ത് നല്ല കാലാവസ്ഥയൊന്നും അല്ലെങ്കിൽ വെക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഫ്രിഡ്ജിൽ 2 മണിക്കൂർ കീപ്പ് ചെയ്യാം. അപ്പോൾ 2 മണിക്കൂറിന് ശേഷം നമ്മൾ ഇതുപോലെ ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളിത് പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ വെളിച്ചെണ്ണയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ മീനിപ്പോൾ അത്ര വലിയൊരു പാനില്ലാത്തത് കൊണ്ടും മീൻ നല്ല വലിപ്പമുള്ളത് കൊണ്ടും എനിക്കിപ്പോൾ ഇവിടെ ഒരു പാനിൽ 2 എണ്ണം വെച്ചിട്ട് നമുക്കിവിടെ കൊള്ളുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2 ബാച്ചായിട്ട് പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരു സൈഡ് മൊരിഞ്ഞ് വന്നാൽ നമ്മൾ അടുത്ത സൈഡും മറിച്ചിട്ടിട്ട് പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പൊരിച്ചെടുക്കേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് പൊരിച്ചെടുത്താൽ മതി. അല്ലെങ്കിൽ പുറമൊക്കെ നല്ലപോലെ പെട്ടെന്ന് കരിയുകയും ചെയ്യും, ഉള്ളിൽ വേവുകയും ചെയ്യില്ല. ഇത് അത്യാവശ്യം വലിപ്പമുള്ള മീനായതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുത്തിട്ട് തന്നെ പൊരിച്ചെടുക്കണം. അപ്പോൾ മീഡിയം ഫ്ലെയിമും അതേപോലെ തന്നെ ലോ ഫ്ലെയിമും ഇടയ്ക്ക് ലോ ഫ്ലെയിമിലും ആക്കിയിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഫ്ലെയിം വെച്ചിട്ട് പൊരിച്ചെടുക്കുക. അപ്പോൾ ഈ 2 മീനും ഞാനിപ്പോൾ ഇവിടെ ആവശ്യത്തിനൊക്കെ വെന്തതിന് ശേഷം നമ്മൾ ഇതേപോലുള്ള മറ്റൊരു പാനിലേക്ക് തന്നെ മാറ്റിയിടാൻ കേട്ടോ. ഇനി നമുക്ക് ഈ പാന് നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാൻ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സ്റ്റവിൽ വെക്കാൻ പാകത്തിലുള്ള ഒരു പാനിലേക്ക് ഇപ്പം മീനൊക്കെ മാറ്റിയിടാണ്. അപ്പം ഞാനിപ്പോൾ ഇവിടെ 2 ബാച്ചായിട്ട് 4 മീനും പൊരിച്ചെടുത്തു. ഇനി നമുക്ക് കുറച്ച് കട്ടിയുള്ള തേങ്ങാപ്പാൽ ആവശ്യമുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് അളവിൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. ആ തേങ്ങാപ്പാൽ നമ്മളിപ്പോൾ ഈ പൊരിച്ച മീനിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ വീണ്ടും സ്റ്റവ് ഓണാക്കിയിട്ട് നമ്മൾ തേങ്ങാപ്പാലിലിട്ടിട്ട് മീനൊന്ന് വേവിച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ ഇപ്പോഴും നമുക്ക് മീഡിയം ഫ്ലെയിമിൻ്റെ ആവശ്യമുള്ള, ഹൈ ഫ്ലെയിമിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ മീൻ ഫുള്ള് ഇപ്പോൾ ഇതിൽ മുങ്ങിക്കെടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ മേലെ വരുന്ന മീൻ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്, തേങ്ങാപ്പാൽ 2 സൈഡിലും പിടിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മളൊന്ന് മൂടി വെച്ചിട്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. അപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ ഈ തേങ്ങാപ്പാലൊന്ന് വറ്റിച്ചെടുക്കുക. അപ്പോൾ ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ ഈ തേങ്ങാപ്പാലൊന്ന് കുറുകി വറ്റി വരും. അപ്പോൾ ഫുള്ള് വറ്റിച്ചെടുക്കണമെങ്കിൽ നമുക്ക് ഫുള്ള് വറ്റിച്ചെടുക്കാം.
അല്ലെങ്കിൽ നമുക്ക് തേങ്ങാപ്പാൽ നല്ല കുറുക്കിയതിന് ശേഷം വേണമെങ്കിൽ സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ഫ്രൈ ഇവിടെ തയ്യാറാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. അതേപോലെ തന്നെ വീഡിയോ കണ്ടതിനും ഇതുവരെ സപ്പോർട്ട് ചെയ്തതിനും എല്ലാവർക്കും താങ്ക്സ്. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ പുതിയൊരു റെസിപ്പിയിലൂടെ കാണാം.